ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വചനം മനസ്സിൽ ഓർമ്മയുണ്ടോ? 1 പത്രോസ് 5 അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ഈശോ നമുക്ക് നൽകുന്ന വലിയൊരു പ്രോമിസാണിത്, ഇല്ലെങ്കിൽ നമ്മളോട് ഈശോ തരുന്ന ഒരു ആഹ്വാനമാണിത്. നീ ശാന്തമായിട്ടിരിക്കുക, ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ നീ ആശ്രയിക്കുക. ഇന്നിപ്പോൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ദിവസം ഈ ഒരു ദിവസം ഒത്തിരി ടെൻഷൻസ് വന്ന കാര്യങ്ങളുണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പല പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ഒത്തിരി അധ്വാനിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് വരാത്ത സമയങ്ങളുണ്ടാകാം. ഓരോ ദിവസവും അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് തരുന്നില്ലേ? ഈശോ നമ്മളോട് പത്രോസിനോട് ആവശ്യപ്പെടുകയാണ്, ഈ വചനം ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നിന്നോളുക. എന്നുവെച്ചാൽ കർത്താവിനെ ആശ്രയിക്കുക. തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും. നമുക്ക് ആശ്രയിക്കാൻ ശക്തി നൽകുന്ന കരങ്ങളോ നമ്മളെ എപ്പോഴും പിടിച്ചുയർത്തുന്ന കൈകളോ ഒന്നും നമ്മുടെ ചുറ്റും കാണണമെന്നില്ല. കുഞ്ഞു മനുഷ്യ ജീവിതമാണ്. എല്ലാവരും അവരുടെ തിരക്കിലാണ്. ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് ആരിൽ ആശ്രയിക്കാൻ പറ്റും? ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. ഇപ്പം അങ്ങ് ഉയരാൻ പറ്റുന്നില്ല, ഇപ്പം ആ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കണില്ല. നീ ശാന്തമായിട്ടിരിക്കുക. ആരുടെ കരങ്ങളിലാണ്? ചുമ്മാ മടി പിടിച്ച് കട്ടിലേക്ക് ചുരുണ്ടുകൂടി കിടക്കുമല്ല, എനിക്കൊന്നും ജീവിതമൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമൊന്നുമല്ല. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നീ താഴ്മയോടെ നിൽക്കുക. ഉറപ്പെന്താണെന്നറിയോ? അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. ഇൻ ഹിസ് ഓൺ ടൈം. നിങ്ങൾ ഈ വാക്ക് കേട്ടില്ലേ? കൈറോസ്, ദൈവത്തിൻ്റെ ശക്തമായ സമയം, ദൈവത്തിൻ്റെ കൃത്യമായ സമയം. ദൈവം കൃത്യമായിട്ട് നിന്നെ ഉയർത്തിക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി ആരെങ്കിലും ദൈവമേ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്താ ഒന്നും ഉയരാൻ പറ്റാത്ത, എനിക്ക് എത്ര ആഗ്രഹിച്ചിട്ട് എന്താ ഇതിൽ നിന്ന് കയറി വരാൻ പറ്റാത്ത, ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട മകളെ, ഈശോയുടെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ നീ ഒന്നുകൂടെ താഴ്മയോടെ നിൽക്കുക. താഴ്മയോടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത്ര എളിമയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈശോയോടെ നിൽക്കുക. അവിടെ നിന്ന് നിന്നെ ഉയർത്തുന്നേ. ചുമ്മാ പറയുന്നൊന്നല്ലോ. പത്രോസ്ലേഖയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച ഒരു കാര്യമല്ലേ? നിന്നെ കർത്താവ് ഉയർത്തിക്കോളും. ഈ ഒരൊറ്റ ബോധ്യത്തിൽ ഇന്ന് ഉഷാറായിട്ട് കിടന്നുറങ്ങും. ഉഷാറായിട്ടൊക്കെ എങ്ങനെ കിടന്നുറങ്ങുന്നത് അല്ലേ? നാളെ ഉഷാറായിട്ട് എഴുന്നേക്ക്, ഇന്ന് ശാന്തമായിട്ട് കിടന്നുറങ്ങുക. കർത്താവ് എന്നെ ഉയർത്തും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. വലതുകരം നെഞ്ചോടും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിലാണ്, എന്നെ കൃത്യസമയത്ത് ഉയർത്തിക്കൊള്ളും. അവസാനത്തെ ഒരു വാക്യം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകും. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹി കെയർസ് അബൌട്ട് യു. എന്തൊരു ശക്തി നൽകുന്ന, എന്തൊരു പ്രത്യാശ നൽകുന്ന ഒരു വചനാണത്. ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് പിടിച്ചെഴുന്നേക്കാനൊക്കെ, നമുക്ക് ചാടി തുള്ളി ഓടി ഓടി നടക്കാനുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ഇതാണ്. എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്ന ഒരാൾ എനിക്കുണ്ടെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പരിഗണിക്കണ്ട. ഇത് ആരോടും പോയി വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ആരോടും പോയി പരിതപിക്കാനും പോകണ്ട. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ ബോധ്യം വേണം നമ്മളെ നയിക്കാൻ ഓരോ ദിവസവും. നമുക്കിപ്പോൾ ഓരോ ദിവസങ്ങളൊക്കെ വചനങ്ങളൊക്കെ കേൾക്കുന്നു. ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേക്കണം. ഇന്ന് രാത്രി ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഈശോയുടെ കുഞ്ഞിന് ശാന്തമാകാൻ വേണ്ടി ഈശോയുടെ കുഞ്ഞിനോട് സംസാരിച്ച വാക്കാണ്, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഐ കെയർ അബൌട്ട് യു. ഈശോ അത് പറയുന്നുണ്ടല്ലോ. വേറെ ആരും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ഇനി പറയുന്നവരൊന്നും ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കില്ല. പക്ഷേ നിൻ്റെ ഹൃദയത്തോട്, എൻ്റെ ഹൃദയത്തോട് ഈശോ പറയാണ്, ഐ കെയർ അബൌട്ട് യു, ഐ ഡു കെയർ. ഞാൻ നിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഈശോയുടെ ഒരു അനുഗ്രഹം, ഈശോയുടെ ഒരു ആശ്വാസം നിങ്ങളെ ഇന്ന് ശാന്തമാക്കട്ടെ. നാളെ പ്രതീക്ഷയോടെ പുത്തൻ പുലരിയിൽ അധ്വാനിക്കുക, പഠിക്കുക, ശുശ്രൂഷ ചെയ്യുക. കർത്താവ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്യുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.